എന്തായാലും ഈ ആഘോഷത്തിന് നീയും ഉണ്ടാവണം. ചില സമയത്ത് നിന്റെ പെരുമാറ്റം എനിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രമൊന്നും കരുതിയല്ല ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. നമുക്ക് എന്നൊരു ചിന്ത, അതൊന്നു മാത്രമാണ് എന്റെ ഉള്ളിലെ മന്ത്രം. നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റും. അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളെ നോക്കാതെ നീ എന്റെ ലക്ഷ്യത്തെ മാത്രം നോക്കിക്കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയൂ. നീ എനിക്ക് ആരാണെന്ന് അറിയിക്കാൻ ഞാൻ എന്റെ നെഞ്ചു തുറന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ എന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. നീ അതൊന്നും മനസ്സിലാക്കണം, അല്പമെങ്കിലും. അത് എത്ര മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നീയും സ്നേഹം തമ്മിലുള്ള ജീവിതം എന്ന് പറയുമ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ ദേഷ്യം എനിക്കുണ്ട്. നീ നിന്റെ വിജയങ്ങൾ മറക്കുന്നു. വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം? ഇപ്പൊ നിന്റെ മുന്നിൽ അർച്ചന വീണു. അത് ഞാൻ നിനക്ക് സമ്മാനിച്ച വിജയമാണ്. അതൊന്നും ചിന്തിക്കാതെ നീ ഇപ്പോഴും ഞാനും സ്നേഹമായിട്ടുള്ള വിഷയങ്ങളിൽ നിൽക്കുവാണ്. നിനക്ക് വേണ്ടെങ്കിൽ എല്ലാം ഞാൻ ഇവിടെ വെച്ച് ഒഴിഞ്ഞേക്കാം. കാരണം ഇത് കുറേയായി. എനിക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നീ ഇത് വിട്. ഇനി ഈ വിഷയം നമ്മൾ സംസാരിക്കില്ല. സോറി. നീ പറഞ്ഞ ശരിയാ. അർച്ചന അവൾ ഇനി പൊങ്ങില്ല. തോൽവികൾ അവളെ തേടിയെത്തി തുടങ്ങി. ഇനി നെല്ലിശ്ശേരിയിലെ അവന്തിക പറയും കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന്. അവളെ ഞാൻ തുരത്തി തുരത്തി ഓടിക്കും. സന്ദീപേ, സച്ചി അർച്ചനയെ ഒന്ന് വിളിച്ചു നോക്ക്. ഇന്നലെ രാത്രി അവിടെ നടന്ന സംഭവങ്ങൾ കാരണം അർച്ചന നല്ല വിഷമത്തിലായിരിക്കും. കുറച്ചുകൂടി കഴിയട്ടെ എടുത്തി. അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയാന്ന് ആലോചിക്കുന്നത്. കുടുംബത്തിന് നല്ലത് മാത്രം ഉണ്ടാവണമെന്ന് കരുതി അർച്ചന എടുത്തി ചെയ്യുന്നതൊക്കെ തിരികെ വലിയ വിഷമം കൊടുക്കുന്നുണ്ടോ പാവത്തിന്? ഇനി ഏട്ടത്തി ഒന്നിനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അതിന് മാത്രം എല്ലാവരും പറഞ്ഞു എന്നാ അനക്ക് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തത് സേതു അങ്കിളിനും നന്ദേട്ടനും ഇതെന്ത് പറ്റിയെന്ന്. ഇത്രയും ബുദ്ധിയും കാര്യവിവരമൊക്കെ ഉള്ളവരല്ലേ, എന്നിട്ടും ഇങ്ങനെ അവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം ഇവർക്ക് എന്താ പറ്റിയേ? ബുദ്ധിയും കാര്യവിവരമൊക്കെ ഉണ്ടെങ്കിലും ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വളരെ പിന്നിലായിട്ടെത്തി എല്ലാവരും. വന്നെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും, അവസാനം വിഷമിക്കുകയും ചെയ്യും. പറഞ്ഞിട്ടൊരു കാര്യമില്ല സന്ദീപേ. അങ്ങനെയാണല്ലോ ഈ ധനുഷ് എന്ന് പറയുന്നവന്റെ അഭിനയം. എന്തായാലും അനുപേട്ടൻ രണ്ടും കൽപ്പിച്ച് തന്നെ അവന്റെ പഴയ ഓഫീസ് തിരക്കി രാവിലെ പോയിട്ടുണ്ട്. അവിടുന്ന് എന്തെങ്കിലും ഒപ്പിച്ചേ അനുപേട്ടൻ വരും. ഇനി അധികകാലം വാഴാൻ അവൻ നെല്ലിശ്ശേരിയിൽ ഉണ്ടാവില്ല. എന്തായാലും അനുപേട്ടൻ പോയിട്ട് വരട്ടെ. എന്താ അവിടെ സംഭവിച്ചെന്നറിയാലോ. താങ്ക് യു.
അനൂപ് അല്ലേ? അതെ എന്താ അറിയണ്ടേ? എന്താണേലും ചോദിച്ചോ. സർ, എനിക്ക് 1-2 വർഷം മുമ്പ് ഈ കമ്പനിയിലെ മാനേജറായിരുന്ന ധനുഷ് എന്ന ആളെ പറ്റി അറിയേണ്ടത്. ജോലിയിലും മറ്റും എങ്ങനെയായിരുന്നെന്നും എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ടാണോ ഇവിടുന്ന് പോയെന്നൊക്കെ അറിയാനാ ഞാൻ വന്നത്. ധനുഷോ? അങ്ങനെ ഒരാൾ അനൂപ് പറഞ്ഞ കാലയളവിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഞാനിവിടെ 8-9 കൊല്ലമായി ജോലി കയറിയിട്ട്. അതിനിടയ്ക്ക് മാനേജർമാരായി പലരും മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും അതിൽ ധനുഷ് എന്ന പേരിൽ ഇവിടെ ഒരാളില്ല. അല്ല സാർ, ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കി. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന നെല്ലിശ്ശേരി ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ ഈ പറഞ്ഞ ധനുഷ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഈ കമ്പനിയുടെ പേര് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 7-8 വർഷത്തിനുള്ളിൽ ധനുഷ് എന്ന പേരിൽ ഒരു മാനേജർ ഇവിടെ ഉണ്ടായിട്ടില്ല. മറ്റ് സ്റ്റാഫുകൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഓർമ്മയുടെ പ്രശ്നമാണെന്ന് പറയായിരുന്നു. ഇതിപ്പോ മാനേജർ എന്നല്ല അനൂപ് പറയുന്നത്. അനൂപ് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യ്. ഈ കമ്പനിയുടെ പേരാണോ അതിലുള്ളതെന്ന് കൺഫേം ചെയ്യുക ആദ്യം. അല്ലാതെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സാർ, ഞാൻ അയാളുടെ ഫോട്ടോ ഒന്ന് കാണിക്കാം. കണ്ടിട്ട് പരിചയമുണ്ടോ എന്ന് നോക്ക്. ഇതാണോ അനൂപ് പറഞ്ഞ ആള്? അതെ. ഇയാളെ എനിക്കറിയാം. ഇയാളുടെ പേര് ധനുഷ് എന്നല്ല. പിന്നെ? ഇയാളുടെ പേര് ഷാഹിർ എന്ന, മുഹമ്മദ് ഷാഹിർ. ഇയാൾ ഇവിടുത്തെ മാനേജർ തന്നെയായിരുന്നു. എനിക്ക് നല്ലപോലെ അറിയാം ഇയാളെ. മുഹമ്മദ് ഷാഹിറോ? അപ്പോ ധനുഷ്? ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നല്ല വിദ്യാഭ്യാസവും കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും ആളത്ര ക്യാരക്ടർ അത്ര നല്ലതല്ല. ഇവിടെ വന്ന് പോയിട്ടുള്ള മാനേജർമാരിൽ ഏറ്റവും മിടുക്കനായിരുന്നു ഈ ഷാഹിർ. പിന്നെ ഇവിടുന്ന് പോകാനുള്ള കാരണം? ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അയാൾ ഇവിടുന്ന് പോയത്. ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന നിൻസി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുണ്ടായി. ആ പെൺകുട്ടിയും ഈ ഷാഹിറും തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്ന കാര്യം ആ കുട്ടിയുടെ മരണശേഷമാണ് എല്ലാവരും അറിയുന്നത്. പോലീസിന്റെ അന്വേഷണം ഷാഹിറിലേക്ക് തിരിയുമെന്നായപ്പോൾ അയാൾ ഇവിടുന്ന് നാട് വിടുകയായിരുന്നു. പിന്നെ അയാളെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ അനൂപ് പറഞ്ഞപ്പോഴാ അയാളെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. എന്നിട്ട് ആ കേസ് എന്തായി? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അയാളെ എവിടെ വെച്ച് കണ്ടാലും അപ്പോൾ സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് അന്ന് പോലീസിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഹലോ അനുബേട്ട. ഞാൻ ധനുഷ് പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്തായി അനുബേട്ട? നമ്മള് കണ്ടെത്തിയത് പോലെ തന്നെയല്ലേ കാര്യങ്ങള്? അതിനൊക്കെ മുകളിലാണ് മോളെ. ഈ സ്ഥാപനത്തിൽ വെച്ച് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെയാണ് ധനുഷ് ഇവിടുന്ന് പോയത്. അവൻ വെറും ഒരു ഫ്രോഡല്ല, ബോൺ ക്രിമിനലാണ്. അവന്റെ ദുഷ്പ്രവൃത്തികൾ കണ്ടപ്പോഴേ ഞാൻ അവന് വിലയിട്ട് വെച്ചിരുന്നു അനുബേട്ട. അത് കൃത്യമായിരുന്നു ഇപ്പൊ ഒന്നുകൂടി ഉറപ്പായി. അനുബേട്ടൻ ആ ഡീറ്റെയിൽസ് എല്ലാം എനിക്കൊന്ന് അയക്കാം. ഞാൻ വേണ്ടതുപോലെ കാര്യങ്ങൾ അറിയിക്കാം. ശരി മോളെ. മോളെ. എന്താ അനുബേട്ട? ഇതൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത അവനെ ഒന്ന് കരുതി വേണിരിക്കാൻ. അവൻ ആരാണെന്ന് നോക്കിയല്ല, അവൻ എവിടെ നിന്നാണ് കളിക്കുന്നേ നോക്കിയാ ഞാൻ നിൽക്കുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ
അവന്റെ ഒരു അഭ്യാസവും നെല്ലിശ്ശേരി കുടുംബത്തെ നടത്തിക്കില്ല. ഏട്ട സമാധാനായിട്ടിരിക്കുക. ശരി മോളെ. എന്താണ് വലിയൊരു ആലോചന? നമ്മുടെ കാര്യം തന്നെയാ. ഇഷ്ടായ സമയത്ത് നീ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ വല്ലാതെ കുറഞ്ഞു പോയി. അതിനൊന്നും ഒരു കുറവുമില്ല. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, ധനുഷിനിപ്പോൾ എല്ലാം അടുത്തു, എന്നെയും എൻ്റെ ഇഷ്ടത്തെയും ഒക്കെ. കുറച്ച് ദിവസമായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നതാ. എന്റെ സ്നേഹമോളെയും മോളുടെ ഇഷ്ടത്തെയും ഒന്നും എനിക്കൊരിക്കലും മടിക്കില്ല. ജോലി തിരക്ക് കാരണം ചിലപ്പോഴൊന്നും സമയം കിട്ടാറില്ല, അത്രേ ഉള്ളൂ. അതിന് ഞാൻ മനസ്സിൽ പോലും കാണാത്ത അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നോക്ക്, ഇന്ന് നമുക്ക് കിട്ടിയ നല്ലൊരു ദിവസമാണ്. അതിനിങ്ങനെ നശിപ്പിക്കില്ല എൻ്റെ പൊന്നെ. ഓ, ആശ്വാസം. ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ആ സൂരജ്, ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പോ പിന്നെ ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. ആ ഓക്കെ. ധനുഷിന്റെ വണ്ടിയല്ലത്. തന്റെ ആലോചന വിഷമമൊന്നും ഇതുവരെ തീർന്നില്ലേ? കുടുംബ പ്രശ്നങ്ങൾ ഓർത്ത് താൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാൽ തനിക്ക് പിന്നെ അതിനെ നേരം കാണൂ. അങ്ങനെ സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് സച്ചേട്ടാ ഈ വീട്ടില്. കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോൾ അതെല്ലാവർക്കും സന്തോഷം തരുന്നതാവണ്ടേ? സച്ചേട്ടൻ പറയുന്ന പോലെ ഞാൻ സമാധാനമായിട്ടിരിക്കണമെങ്കിൽ ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ സച്ചേട്ടനെ മാത്രം കാര്യം നോക്കി ജീവിക്കണം. ഇനി അങ്ങോട്ട് അങ്ങനെ ജീവിക്കാൻ തന്നെ എൻ്റെ തീരുമാനം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നതിനേക്കാളും നല്ലത് മനസ്സിലാക്കാത്തവരെ അനുഭവിക്കട്ടെ എന്ന് കരുതി മിണ്ടാതെ ഇവിടെ എല്ലാം കണ്ടും കേട്ട് നിൽക്കുന്നത് തന്നെയാ. രാവിലെ അച്ഛൻ വന്ന് എന്നോട് സംസാരിച്ചു. ഞാനാ സച്ചേട്ട എല്ലാവരുടെയും കണ്ണിൽ കുറ്റക്കാരി. അച്ഛൻ്റെയും നന്ദേടൻ്റെയും ഒക്കെ വലിയ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ഇപ്പൊ ഞാനെന്ന അർത്ഥത്തിലാ അച്ഛൻ പറയാതെ പറഞ്ഞത്. ധനുഷ് സ്നേഹയെ വിവാഹം കഴിക്കട്ടെ, എന്നിട്ട് അവന്റെ ശരിക്കുള്ള സ്വഭാവം അറിയുമ്പോൾ അവള് തിരിച്ചു വരട്ടെ. നമുക്ക് നോക്കാം അവളെ. അല്ലാതെ നമ്മൾ ഇനി ഇതിന്റെ പുറകെ നടന്നാ ഇതിലും വലിയ പ്രശ്നങ്ങളാവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. ചിലപ്പോ നിങ്ങൾ സഹോദരങ്ങൾ അടിച്ചു പിരിഞ്ഞ് പലയിടത്തായെന്നും വരും. അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ ഇതിന്റെ പുറകെ വീണ്ടും വീണ്ടും പോകുന്നു? താൻ പറയുന്നതൊക്കെ തന്റെ തിരിച്ചറിയുന്നുള്ള കാര്യങ്ങളാ. അതിന് തന്നെ ഞാൻ കുറ്റം പറയുന്നുമില്ല. ആ തിരിച്ചറിവുകൊണ്ട് സ്നേഹയെ ധനുഷിനെ പോലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താൻ തയ്യാറാവൂ?
അവൾ അനുഭവിച്ചോട്ടെ എന്ന് ചിന്തിക്കാൻ തനിക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള തുറന്നു പോരിനിറങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഏറ്റവും അടുത്ത ആളുകൾ ശത്രുക്കളായിന്നും വരും. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം താൻ പറയുന്നതാണ് സത്യമെന്ന് എല്ലാവർക്കും ബോധ്യമാവും. സ്നേഹയുടെ ജീവിതം നഷ്ടമായിട്ട് ആ തിരിച്ചറിവുണ്ടായിട്ട് കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധനുഷ് അവളുടെ ഭർത്താവായതിനു ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്നേഹ ധനുഷിന്റെ ഭാര്യ ആവുന്നതിന് മുമ്പേ അറിയണം. എന്നിട്ട് അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല സച്ചേട്ടാ. നമ്മൾ ഇനി ധനുഷിന്റെ കാര്യങ്ങൾ അവളോട് പറഞ്ഞാലും അവൾ വിശ്വസിച്ചില്ലാന്ന് വരും. ഇനി വിശ്വസിച്ചാലും നമ്മുടെ പഴയ സ്നേഹയായി അവളെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അവള് നിരാശയിലായി പോവും. അല്ലെങ്കിൽ തന്നെ അവൻ അങ്ങനെ പുറത്താക്കാൻ മാത്രമുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലെന്ന്? പഴയ ഓഫീസിൽ അനൂപേട്ടൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ പോരെ അവനെ ഉള്ള കാലം ശിക്ഷിക്കാൻ. അവൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുകയും കള്ള സർട്ടിഫിക്കറ്റിൽ ജോലി നേടുകയും ഇതിനെല്ലാം പുറമെ അവന്റെ പഴയ ഓഫീസിലെ ഒരു പെൺകുട്ടി മരിച്ചതിന്റെ ദുരൂഹത കൂടി പുറത്തു കൊണ്ടുവരാനായാൽ സംഗതി എളുപ്പമല്ലേ? അവൻ ഇവിടെയാണ് ഉള്ളതെന്ന് പോലീസിൽ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്താൽ പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, എല്ലാം അവർ ചെയ്തോളും. എന്തിനാ സച്ചേട്ടാ നമ്മൾ അതൊക്കെ ചെയ്യുന്നത്? എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും അവൻ എന്തെങ്കിലും വഴി നമ്മളെ കബളിപ്പിച്ച് രക്ഷപ്പെടും. മുമ്പത്തെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഇതിന്റെ പിന്നിലിറങ്ങാൻ മറ്റാരുമില്ല. നമ്മൾ കുറച്ച് ആളുകൾ മാത്രം ഇറങ്ങിയാൽ അതൊന്നും നടക്കാനും പോകുന്നില്ല. നിശ്ചയം അടുത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ അത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്യും. ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? നമ്മൾ പോയി എല്ലാം പോലീസിനെ അറിയിച്ചാൽ അതിന് തീരുമാനം ഉണ്ടാവില്ലെന്നാണോ? എന്നാ നമുക്കായിട്ട് പറയണ്ട, പറയിപ്പിക്കേണ്ടവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അവര് പറഞ്ഞ പോലീസിന് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സച്ചേട്ടനും ആരെയാ ഉദ്ദേശിക്കുന്നത്? തന്റെ ഫ്രണ്ടിനെ തന്നെ. ഇപ്പോഴത്തെ കളക്ടർ തന്റെ സുഹൃത്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? അതെ, ശാലിനിയെ കുറിച്ച് തന്നെയാ ഞാനീ പറയുന്നത്. താൻ ഈ കാര്യങ്ങളെല്ലാം ശാലിനിയോട് പറയുക. ശാലിനി പറഞ്ഞ എല്ലാം നടക്കും. എടോ, ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനല്ലേ സുഹൃത്തുക്കളുള്ളത്. ശാലിനിയോട് പറഞ്ഞാ ഞാൻ അവളെ അവസാനമായിട്ട് കണ്ടതും സംസാരിച്ചതും അവള് കളക്ടർ ആവുന്നതിന് മുമ്പാ. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അവക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നെ മനസ്സിലാവാതെ? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി ഇത് മാത്രമാണ്. എടോ, വെറുതെ താനൊന്ന് ശാലിനി വിളിക്ക്, അപ്പൊ അറിയാലോ. സ്നേഹം എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. തന്റെ മനസ്സും അടുത്തു. എടോ, ഞാൻ എല്ലാം ചെയ്തോളാം. താൻ ഈ ഉപകാരം മാത്രമൊന്നും എനിക്ക് ചെയ്ത. എന്റെ അവസാനത്തെ ശ്രമമായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താൻ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാനെന്തായാലും ഇതിന്ന് പിന്മാറാൻ തയ്യാറല്ല.